ഹായ് ഹലോ എല്ലാവർക്കും മല്ലീസ് കിച്ചൺ റെസിപ്പീസിലോട്ട് സ്വാഗതം. ഇന്നത്തെ വീഡിയോ മുട്ട കൊണ്ടുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കാനും കുട്ടികൾക്ക് ടിഫിൻ ബോക്സിൽ കൊടുത്തു വിടാനും ചായയുടെ കൂടെ കഴിക്കാനും ഒക്കെ പറ്റിയ നല്ലൊരു സ്നാക്കാണ്. ഇനി ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനായി ഞാനിവിടെ 5-6 മുട്ട പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. കോഴിമുട്ടയാണ് എടുത്തിരിക്കുന്നത്. അത് ഇതുപോലൊന്ന് നടുവേ കട്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ ഉള്ളിൽ നിന്നും ആ മഞ്ഞക്കുരു ഒന്ന് വേർതിരിച്ചെടുക്കണം. എല്ലാ മുട്ടയും ഇതുപോലെ തന്നെ വെള്ള മാത്രമായിട്ടും മഞ്ഞക്കരു മാത്രമായിട്ടും ഒന്ന് വേർതിരിച്ചെടുക്കാം. ഇവിടെ മഞ്ഞക്കരുവിന് ഉണ്ണി എന്നാണ് പറയുന്നത്. മുട്ടയുടെ ഉണ്ണിയും വെള്ളയും ഇതുപോലെ ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ രണ്ടും സെപ്പറേറ്റ് ആക്കി 2 പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ടൊരു ഫില്ലിങ് തയ്യാറാക്കണം. അതിനായിട്ടൊരു പാനിലോട്ട് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഏതെണ്ണ വേണേലും യൂസ് ചെയ്യാം. അതിലോട്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് ചോപ്പ് ചെയ്തത്, ഒരു പച്ചമുളക് തീരെ ചെറുതായിട്ട് അരിഞ്ഞത്, കുറച്ച് കറിവേപ്പില തീരെ ചെറുതായിട്ട് അരിഞ്ഞത്, 2 മീഡിയം സൈസ് സവോള ഇത്രയും ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. നിങ്ങൾക്ക് ഇതിലോട്ട് വേറെ വെജിറ്റബിൾസ് വേണമെങ്കിൽ ക്യാരറ്റ്, ക്യാബേജ് ഒക്കെ ചേർക്കാവുന്നതാണ്. ഇനി ഇത് പെട്ടെന്ന് വഴന്ന് കിട്ടാനായിട്ട് 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലൊരു ബ്രൗൺ കളർ ആകുന്നിടം വരെ വഴറ്റിയെടുക്കാം. ഏത് വെജിറ്റബിൾ ചേർത്ത് കൊടുത്താലും നല്ല ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. അതുപോലെ അധികം എമൗണ്ടിൽ വെജിറ്റബിൾ ചേർത്ത് കൊടുക്കുകയും ചെയ്യേണ്ട. ഇപ്പോൾ സവോള എല്ലാം ഒരു ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി അതിലോട്ട് ഞാനൊരു ചെറിയ തക്കാളി ചെറുതായിട്ട് ചോപ്പ് ചെയ്താണ് ചേർത്ത് കൊടുത്തത്. അതിനി ഒന്ന് അടച്ചു വെച്ച് തക്കാളി ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഒരു 2 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും തക്കാളി വെന്ത് ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ നല്ലപോലെ തക്കാളിയും സവോളയും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിതിലോട്ട് അധികം ഫില്ലിങ്ങിൻ്റെ ആവശ്യമില്ല. അപ്പോൾ അതനുസരിച്ച് മാത്രം നമ്മൾ വെജിറ്റബിൾസൊക്കെ എടുത്താൽ മതി. ഇനി ഇതിലോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനൊരു 3/4 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഒരു കുരുമുളക് പൊടി ഒരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ കുരുമുളക് പൊടി എന്തായാലും ചേർത്ത് കൊടുക്കണം. നമ്മൾ മുട്ട കൊണ്ടുള്ള പലഹാരം ആയതുകൊണ്ട് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇനി പൊടികളുടെ പച്ചമണം മാറുന്നിടം വരെ ലോ ഫ്ലെയിമിലിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പാനിന് ഓൾറെഡി ചൂടുള്ളതുകൊണ്ട് നമ്മൾ കുറച്ച് മസാലപ്പൊടികൾ മാത്രം ചേർത്തുകൊണ്ടും പെട്ടെന്ന് തന്നെ ഇത് വഴന്ന് കിട്ടുന്നതാണ്. ഇനി തീ ഓഫ് ചെയ്തതിന് ശേഷം നമുക്കിതിലോട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ച മുട്ടയുടെ മഞ്ഞക്കരു ഉണ്ടല്ലോ, അത് ഇതുപോലെ ഒന്ന് പൊടിച്ച് ചേർക്കാം. ഇതുപോലെ ഓരോന്നോരോന്നായിട്ട് പൊടിച്ച് ചേർക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് എല്ലാം കൂടി ഒന്നിച്ച് പൊടിച്ചിട്ട് ചേർത്ത് കൊടുത്താലും മതി. ഇനി മഞ്ഞക്കരു കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്യാം. മുട്ടയുടെ ഉണ്ണി ഇഷ്ടമല്ലാത്തവർക്ക് ഈ സ്റ്റെപ്പ് അവോയ്ഡ് ചെയ്യാവുന്നതാണ്. അല്ലാത്തവർ ബാക്കി സവോളയും വെജിറ്റബിൾസും മാത്രം ഇട്ട് നല്ലപോലെ വഴറ്റിയെടുത്താൽ മതി. ഇതിൽ നല്ലപോലെ സവോള ചേർക്കുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് ആ ഫില്ലിങ്ങിന് കിട്ടുക. ഇനി അതൊന്ന് മാറ്റി വെക്കാം. ഇനി ഇതിലോട്ടൊരു ബാറ്റർ തയ്യാറാക്കാനായി ഞാൻ 1 കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത്. അതിലോട്ട് 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു കളറിന് വേണ്ടിയിട്ട് ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു കുറച്ച് എരിവുള്ള കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലോട്ട് ചില്ലി ഫ്ലേക്സ് ഒരു 1/2 ടേബിൾ സ്പൂണേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ, കൂടുതൽ ചേർത്ത് കൊടുക്കുന്നില്ല. ഇനി ഇതെല്ലാം കൂടി നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ചെറിയതായിട്ടുള്ള ഒരു എരിവ് കിട്ടാൻ വേണ്ടിയാണ് ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുത്തത്. ഇനി ഇതിലോട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നല്ലൊരു ബാറ്ററാക്കി എടുക്കണം. കുറച്ച് തിക്കായിട്ടുള്ള ബാറ്ററായിട്ട് വേണം നമ്മളിത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. നമ്മൾ ദോശമാവിനും അല്ലെങ്കിൽ പഴംപൊരിയൊക്കെ ഉണ്ടാക്കാൻ എടുക്കുന്ന ആ ഒരു ബാറ്ററിനേക്കാൾ ഒരിത്തിരിയും കൂടി തിക്കായിട്ട് വേണം ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. ഇപ്പം ഞാൻ 1 കപ്പ് മൈദമാവിലോട്ട് 1 കപ്പ് വെള്ളം ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ടുണ്ട്. അതൊന്ന് കുറച്ച് തിക്കാണെന്ന് തോന്നിയുകൊണ്ട് ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. മൈദ ആയതുകൊണ്ട് നല്ലപോലെ ഒരു വിസ്കോ തവിയോ വെച്ചിട്ട് നല്ലപോലെ ഇളക്കി ഇതുപോലെ മിക്സ് ചെയ്തെടുക്കണം. എന്നാൽ മാത്രമേ നമുക്കതൊരു കോരി ഒഴിക്കാവുന്ന പാകത്തിന് കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ അതിങ്ങനെ വിട്ട് വീഴുകയുള്ളൂ. അതുകൊണ്ട് നല്ലപോലെ ഒരു 2-3 മിനിറ്റ് സമയമെടുത്ത് നല്ലപോലെ ഒന്ന് അടിച്ച് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് സോഫ്റ്റാക്കി എടുക്കുക. ഇപ്പോൾ ഇത് കോരി ഒഴിക്കാവുന്ന ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി അത് മാറ്റി വെക്കാം. ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ച ഫില്ലിങ്ങിൻ്റെ ചൂടെല്ലാം ഒന്ന് പോയിട്ടുണ്ട്. ഇനി ഇതുപോലെ ചെറിയ ചെറിയ ബോൾസ് ആയിട്ട് നമുക്ക് അതൊന്ന് ഉരുട്ടിയെടുത്തിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ച മുട്ടയുടെ വെള്ളയിലോട്ട് ഇതുപോലെ വെച്ച് കൊടുക്കാം. കുറച്ച് വെളിയിലോട്ടൊന്ന് പൊന്തി നിൽക്കുന്നതാണ് നല്ലത്. കുറച്ച് ഭാഗം ഒന്ന് വെളിയിലോട്ട് പൊന്തി നിൽക്കണം. ആ ഒരു പരുവത്തിൽ ഇതുപോലെ ചെറിയ ചെറിയ ബോൾസ് ആയിട്ട് ഉരുട്ടിയെടുക്കാം. ഇപ്പോൾ ഈ ചില മുട്ടയുടെ വെള്ളയ്ക്കകത്ത് കൂടുതൽ സ്പേസ് കാണും. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഫില്ലിങ് വെച്ച് കൊടുക്കുക. ഇതിന് നല്ല പോലെ കുഴിവുണ്ടായിരുന്നു, അതുകൊണ്ട് കുറച്ചധികം ഫില്ലിങ് ഇതിൽ വെച്ചിട്ടുണ്ട്. അതുപോലെ ഓരോ മുട്ടയുടെ ആ ഒരു കുഴിയുടെ വലിപ്പത്തിനനുസരിച്ചിട്ട് ഫില്ലിങ് ഇതുപോലെ നല്ല പോലെ ഫില്ല് ചെയ്ത് വെച്ച് കൊടുക്കാം. ഇപ്പം ഞാൻ എല്ലാം അതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് എണ്ണയിലൊന്നും മുക്കി പൊരിക്കുന്നില്ല. നമ്മളിത് ഉണ്ണിയപ്പ ചട്ടിയിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഉണ്ണിയപ്പ ചട്ടിയിൽ ഓരോ തുള്ളി എണ്ണ വീതം ഒഴിച്ച് ഒന്ന് ബ്രഷ് ചെയ്തെടുക്കാം.
ഇനി അതിലോട്ട് ഇതുപോലെ കുഴിയുടെ പകുതിയോളം ഇതുപോലെ മാവ് കോരി ഒഴിച്ചു കൊടുക്കാം. അതിന് മുകളിലോട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച മുട്ടയുടെ ഇത് വെച്ച് കൊടുക്കാം. മാവ് വെന്ത് പോകുന്നതിന് മുമ്പ് തന്നെ മുട്ട ഇതുപോലെ വെച്ച് കൊടുക്കണം, അല്ലെങ്കിൽ പിന്നെ അത് താഴ്ന്നു പോകത്തില്ല. നല്ലപോലെ ഡിപ്പായി കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ മാവ് ഒഴിച്ചിട്ട് ഉടനെ തന്നെ മുട്ട കൂടി വെച്ച് കൊടുക്കണം. എന്നാലാണ് അത് ആ മാവിലോട്ടൊന്ന് നല്ലപോലെ ഡിപ്പായി വരത്തുള്ളൂ. ഇപ്പോൾ ഇതാ ഒന്നോ രണ്ടോ കുഴിയിൽ ഒഴിച്ചിട്ട് ഇതുപോലെ മുട്ട വെച്ച് കൊടുക്കാം. അതുപോലെ അടുത്തടുത്ത കുഴിയിൽ ഒഴിച്ചു കൊടുക്കണ്ട. ഞാൻ ആദ്യം പെട്ടെന്ന് ഓർക്കാതെ അങ്ങ് ഒഴിച്ചു കൊടുത്തതാണ്. കാരണം നമ്മൾ ഇതിന് മുകളിലോട്ട് മാവ് കൂടി ഒഴിച്ചു കൊടുക്കുമ്പോൾ ഇത് ഒട്ടിപ്പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ്. ഇപ്പം ഞാനിതാ ഓരോ കുഴി വിട്ട് ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതിന് മുകളിലോട്ട് ജസ്റ്റ് അതിൻ്റെ മുകൾ ഭാഗം ഒന്ന് കവർ ചെയ്യാനായിട്ട് ഒരു 1/2 ടീസ്പൂൺ ബാറ്റർ വീതം ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ എൻ്റെ ഉണ്ണിയപ്പച്ചട്ടിയുടെ കുഴി ചെറുതായതുകൊണ്ട് അടുപ്പിച്ച് വെച്ച് കൊടുത്താൽ ഒട്ടിപ്പിടിക്കും. അതുകൊണ്ടാണ് ഞാൻ ഓരോന്ന് വിട്ട് വെച്ച് കൊടുത്തിരിക്കുന്നത്. നിങ്ങളുടെ ഉണ്ണിയപ്പച്ചട്ടിയുടെ കുഴി വലുതാണെന്നുണ്ടെങ്കിൽ അടുപ്പിച്ചടുപ്പിച്ച് വെച്ച് കൊടുത്താലും കുഴപ്പമില്ല. ഇപ്പോൾ ഇതാ എല്ലാത്തിനും മുകളിൽ അതുപോലെ കുറച്ച് മാവൊന്ന് കോരി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 3-4 മിനിറ്റ് സമയം നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഒരു 3 മിനിറ്റ് 4 മിനിറ്റ് കഴിയുമ്പോഴേക്കും മുകൾ ഭാഗം ഒന്ന് ഡ്രൈ ആയിട്ട് വരും. അപ്പോൾ ഇതുപോലൊന്ന് മറിച്ചിടാം. കുറച്ച് വലിയതായതുകൊണ്ട് ഇത് അതേ കുഴിയിലോട്ട് തന്നെ മറിച്ചിടാൻ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള ഏതെങ്കിലും ഒരു ഫ്രീ ആയിട്ട് കിടക്കുന്ന കുഴിയിലോട്ട് ഇതുപോലെ മറിച്ചിട്ട് കൊടുത്താൽ മതിയാകും. നല്ല എളുപ്പമാണ് നമുക്കിത് തയ്യാറാക്കാനായിട്ട്. ഓരോ കുഴി വിട്ട് ഇതുപോലെ ഗ്യാപ്പിട്ട് ഒഴിച്ചു കൊടുത്താൽ. ഇപ്പോൾ ഇതാ ഒരു 2 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും മറു സൈഡ് പെട്ടെന്ന് വെന്ത് വരും. മറു സൈഡ് വേകാനായിട്ട് അധികം സമയമൊന്നും വേണ്ട, കാരണം നമ്മൾ നേരത്തെ ഒരു ലെയറാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത്. 1-2 മിനിറ്റിനുള്ളിൽ മറുഭാഗം വെന്തിട്ടുണ്ടാകും. ഇനി അതിന് ശേഷം നമുക്കിത് കോരിയെടുക്കാവുന്നതാണ്. എണ്ണയിലൊന്നും മുക്കി പൊരിക്കാതെ വളരെ ടേസ്റ്റി ആയിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. നിങ്ങൾക്കിതിൽ മൈദയ്ക്ക് പകരം ഗോതമ്പ് പൊടി യൂസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ല ഹെൽത്തി ആയിരിക്കും. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും കോരി ഒഴിച്ചെടുക്കാം. ഇതുപോലെ ഓരോ കുഴി വീതം ഗ്യാപ്പിട്ട് ഒഴിച്ചു കൊടുത്ത ഉടനെ തന്നെ നമ്മൾ ഇതുപോലെ മുട്ട വെച്ച് കൊടുക്കണം. എന്നാലാണ് മുട്ട അതിലോട്ട് നല്ലതായിട്ട് ഡിപ്പാകത്തുള്ളൂ. നല്ലപോലെ അതിലോട്ടൊന്ന് കുഴിഞ്ഞു വരണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇട്ട് കൊടുക്കണം. മാവ് വെന്ത് പോയാൽ അങ്ങോട്ട് താഴ്ന്നു പോകത്തില്ല. അതിനുശേഷം മുകളിലോട്ട് ഇതുപോലെ ബാറ്ററൊന്ന് കുറച്ച് കോരി ഒഴിച്ചു കൊടുക്കാം. വലിയ കുഴിയുള്ള ഉണ്ണിയപ്പച്ചട്ടിയൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടി നല്ലൊരു ഷേപ്പിൽ കിട്ടും. നല്ലപോലെ മുകളിൽ കുറച്ചും കൂടി ബാറ്റർ ഒഴിച്ചു കൊടുത്താൽ. ഇപ്പോൾ അതായത് ചെറിയ കുഴി ആയതുകൊണ്ട് ഇത്രയും ബാറ്റർ മാത്രമേ എനിക്ക് ഒഴിച്ചു കൊടുക്കാൻ പറ്റുന്നുള്ളൂ. കൂടുതൽ ഒഴിച്ചാൽ എല്ലാം ഒഴുകിപ്പോകും. അതിനുശേഷം ലോ ഫ്ലെയിമിൽ, നമ്മളെപ്പോഴും ലോ ഫ്ലെയിമിൽ വെച്ച് തന്നെ വേണം ഇത് ചെയ്തെടുക്കാനായിട്ട്. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു സൈഡൊന്ന് വെന്ത് വരുമ്പോൾ ഒരു 2-3 മിനിറ്റ് എടുക്കും താഴ്ഭാഗം ഒന്ന് വെന്ത് വരാനായിട്ട്. അതിനുശേഷം മറിച്ചിട്ട് കൊടുക്കുമ്പോൾ 1-2 മിനിറ്റ് മതിയാകും. പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. നമുക്കത് കോരിയെടുക്കാവുന്നതാണ്. അധികം എണ്ണയൊന്നും ഉപയോഗിക്കാതെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള പലഹാരമാണ്. നോൺ സ്റ്റിക്കിൻ്റെ ഉണ്ണിയപ്പച്ചട്ടി ആയതുകൊണ്ട് ആദ്യം ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്താൽ മതിയാകും. പിന്നീട് എണ്ണ ഉപയോഗിക്കേണ്ട ആവശ്യമേ ഇല്ല. അപ്പോൾ അതാ കണ്ടോ, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യുക. എല്ലാവർക്കും നന്ദി. താങ്ക്